കേക്ക് കഴിക്കാൻ കൊതിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓടി വായോ, നമുക്ക് 10 മിനിറ്റിൽ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ള ജാം കേക്ക് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള ഈ ജാം കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരുന്നവരേക്കും ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് 2 സ്പൂൺ അളവിൽ ജാം ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ജാം നല്ലതുപോലെ ഒന്ന് മെൽറ്റായി വരും. മെൽറ്റായി വന്നിട്ടുള്ള ഈ ജാം നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഒരു 4 ബ്രെഡ് എടുത്ത് അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പോർഷൻസ് അത്രയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡ് പീസ് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ഒന്ന് സോക്കായി വരത്തക്ക രീതിയിൽ വേണം ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാൽ പൊടിഞ്ഞു പോകാൻ പാടില്ല, ആ ഒരു രീതിക്ക് വേണം ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് 4 ബ്രെഡിൻ്റെ മുകളിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ ഒന്ന് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജാം കൂടെ നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചിരകിയ തേങ്ങ മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ജാം കേക്ക് റെഡിയായി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.